JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുനമാസ ഫലത്തെക്കുറിച്ചാണ്. മേടൻ രാശിക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം ഭാഗത്തിൽ ജനിച്ചവരുടെ 15/6/2025 മുതൽ, അതായത് ജൂൺ 15 മുതൽ ജൂലൈ 17 വരെയുള്ള മിഥുനമാസത്തെ ഫലമാണ് പങ്കുവയ്ക്കുന്നത്. മേടൻ രാശിക്കാരുടെ ജന്മരാശാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഏപ്രിൽ 3 മുതൽ ജൂൺ 7 വരെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4-ാം ഭാവത്തിൽ നീചരാശി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ചൊവ്വ വീട്, വാഹനം, മാതാവ്, അതുപോലെ ശാരീരിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ഗുണമില്ലാത്ത ഒരവസ്ഥയിൽ ആണ് ഫലം തന്നുകൊണ്ടിരുന്നത്. ജൂൺ 7 ശേഷം ചിങ്ങരാശിയിലേക്ക് മാറി. ഇത് അത്ര മെച്ചമല്ലെങ്കിലും നീചത്തിൽ 4-ാം ഭാവത്തിൽ നിന്ന് ചൊവ്വയേക്കാൾ കുറച്ചുകൂടി ഭേദമാണെന്ന് പറയാം. 5-ലെ ചൊവ്വ ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഗ്യാസ് ട്രബിള്, അൾസർ, അതുപോലെ അപ്പൻഡിക്സ്, ദഹന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് സാധ്യത വരാം. എല്ലാവർക്കും വരുമോ എന്ന് ചോദിച്ചാൽ ചൊവ്വ ജാതകത്തിൽ മോശവാനായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതുപോലെ ബുദ്ധിമോശം ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. കാരണം ഈ 5-ാം ഭാവം എന്ന് പറയുന്നത് ഉദരം, ആത്മാവ്, ബുദ്ധി, സന്താനം, ഓർമ്മ, സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. സന്താനങ്ങൾ മൂലം ചില വിഷമതകൾ ഉണ്ടാകാം. സർക്കാർ ജീവനക്കാർ ഈ മാസം വളരെ ശ്രദ്ധിക്കണം. ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. വകുപ്പിൻ്റെ മേലധികാരികളുമായി ചില ഭിന്നതയൊക്കെ ഉണ്ടാകാം. ജാതകത്തിൽ ചൊവ്വ മോശമായിട്ടുള്ളവരും കേതുവിൻ്റെ അപഹാരമുള്ളവരുമൊക്കെ ഈ സമയത്ത് സൂക്ഷിക്കണം. 3-ലെ സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് നല്ല ഫലമാണ് നൽകുന്നത്. 3-ലെ സൂര്യൻ സർക്കാർ തലത്തിൽ എല്ലാവിധ ഗുണങ്ങളെയും നൽകും എന്ന് പറയുന്നുണ്ട്. പ്രമോഷൻ സാധ്യത, സാമ്പത്തിക ലാഭം, പിതാവിൽ നിന്നും പലവിധ ഗുണങ്ങൾ, ഇതൊക്കെ തന്നെ ലഭിക്കും. അതുപോലെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. നമുക്ക് മുന്നോട്ട് പോകാൻ നേരത്തെ ഉള്ള ആ ചില അനുഭവങ്ങളും ഗ്രഹങ്ങളുടെ മോശമായ അവസ്ഥയും ഒക്കെ കാരണം ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടും നല്ല ഒരു ഫലം നൽകുന്നുണ്ട്. ജൂൺ 22 വരെയുള്ള ആദിത്യ ബുധ യോഗം അത്ര വലിയ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഗുണം ചെയ്യില്ല. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ മെച്ചമുണ്ടാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായവും ലഭിക്കും. ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നീ കാര്യങ്ങളിൽ വ്യാഴത്തിൻ്റെ അപഹാരമുള്ളവരും ശനിയുടെ അപഹാരമുള്ളവരും സൂക്ഷിക്കണം. അതായത് ബുധ സൂര്യയോഗം വളരെ നല്ലതാണെങ്കിലും നിഗുണയോഗം എന്നാണല്ലോ പറയുന്നത്. ഭാഗ്യാധിപൻ വ്യാഴം ശത്രുവായി കാണുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയിലാണല്ലോ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത്. വ്യാഴം ശത്രുരാശിയിൽ 9-ാം ഭാവാധിപത്യം വഹിച്ചാണ് 3-ൽ നിൽക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ ഉണ്ടാക്കി ഒടുവിൽ ചില നിരാശയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ വരും എന്നതിൻ്റെ സൂചന വ്യാഴം നൽകുന്നുണ്ട്. മകയിര നക്ഷത്രത്തിൽ നിൽക്കുന്ന വ്യാഴം ചൊവ്വയുടെ അപഹാരം ഇപ്പോൾ നിലനിൽക്കുന്നവർക്ക് ഗുണം ചെയ്യത്തില്ല. എന്നാൽ ജൂൺ 22 മുതൽ ബുധൻ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന ആ സമയത്ത് സാമ്പത്തികമായ ഗുണവും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ഒരു സാഹചര്യവും അധ്യാപകർക്ക്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, ഇപ്പോൾ തപാൽ വകുപ്പ്, പത്രം, TV റിപ്പോർട്ടർമാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച്, ബുക്ക് സ്റ്റാൾ നടത്തുന്നവർ, സാഹിത്യകാരന്മാർ മുതലായവർക്കെല്ലാം നല്ല സമയമാണ്. അതുപോലെ പട്ടാളം, പോലീസ് എന്നീ മേഖലയിലൊക്കെ ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കുന്നവരെ സംബന്ധിച്ചും അധ്യാപകർ എന്ന നിലയിൽ നല്ല സമയമാണ്. 2-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നത് അതും വളരെ നല്ലതാണ്. ശുക്രൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ധാരാളം ലഭിക്കും. നന്നായി അണിഞ്ഞൊരുങ്ങി അല്പം മേക്കപ്പും നല്ല വസ്ത്രധാരണവും ഒക്കെ നടത്തി കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരുമാകാനും ശ്രമിക്കും. കാരണം ശുക്രൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോൾ മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം. സ്ത്രീകൾ മൂലം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ലാഭവും ഉണ്ടാകും. കുടുംബവുമായി ചില സ്ത്രീകൾക്ക് ബന്ധമൊക്കെ വരും.
അതുപോലെ പലവിധ സഹായങ്ങളും അവരിൽ നിന്ന് ലഭിക്കും. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പല സഹായങ്ങളും കിട്ടും. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ പ്രണയത്തിനും സാധ്യത വരും. യാത്രയിൽ പരിചയപ്പെട്ട വ്യക്തികളുമായിട്ട് ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. പ്രണയബന്ധങ്ങൾക്കും സാധ്യത കൂടുതലുള്ള സമയമാണ്. പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ആരോഗ്യ പ്രശ്നമാകാം. ശരീരത്തിൻ്റെ അഥവാ ശിരസിൻ്റെ ഇടതുഭാഗത്ത് വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ചിലർക്ക് കണ്ണിന് വേദനയൊക്കെ വരാം. അല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ ദമ്പതിമാർക്കിടയിലെ വിഷമതയൊക്കെ ഉണ്ടാക്കാം. സുഖസൗകര്യങ്ങൾ എല്ലാം ഉണ്ടായാലും ഒരു സ്വസ്ഥതയില്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവൊക്കെ അനുഭവപ്പെടാം. ജാതകത്തിൽ ശുക്രൻ അത്ര മെച്ചമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നവരും കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ അപഹാരം, ചന്ദ്രൻ്റെ അപഹാരം ഇങ്ങനെയൊക്കെ ഉള്ളവരും ജൂൺ മാസത്തിൽ ഗണപതി ഹോമം നടത്തുകയോ നാളികേരമൊക്കെ ഉടച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ജൂലൈ മാസത്തിൽ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. കാരണം ഇത് ശുക്രൻ്റെ മേടം, ഇടവം രാശികളിലെ സ്ഥിതിയെ സൂചിപ്പിച്ച കാര്യമാണ്. ജൂൺ 29 ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറും. അപ്പോൾ ഭാഗ്യാധിപനായ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് മനസ്സറിയാതെ ഭാഗ്യക്കേട് ഉണ്ടാക്കും. പ്രത്യേകിച്ച് വ്യാഴം ജാതകത്തിൽ അനുകൂലമല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ അവസ്ഥയിലായിരിക്കും വ്യാഴത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. ജാതകത്തിലെ വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാനാണെങ്കിൽ അത്ര വലിയ ദോഷമൊന്നും ഉണ്ടാകത്തുമില്ല. അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. വ്യാഴം പ്രസാദിക്കാൻ മിഥുനത്തിലെ വ്യാഴത്തോടൊപ്പം സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട്. വിഷ്ണുവിനെയും ധന്വന്തരി മൂർത്തിയെയും ആരാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ദോഷശാന്തി ഉണ്ടാകും. 10-11 ഭാവാധിപത്യം വഹിക്കുന്ന ശനി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രമായ ഉത്രിട്ടാദിയിലാണ്. അപ്പോൾ 7-2 ശനിയുടെ ആദ്യ ഘട്ടത്തിലാണ് ഇപ്പോൾ ശനി ഉള്ളത്. മീനത്തിലെ ശനി അധികം ദോഷവാനല്ല, പക്ഷെ വ്യാഴം അനുകൂലവുമല്ല. തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടാം. തൊഴിൽ സംബന്ധമായി നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം കുറയാം. വിദേശബന്ധമുള്ളവരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. അതുപോലെ ഏതെങ്കിലും സംരംഭം തുടങ്ങിയവർക്ക് ഇവിടെ വലിയ മെച്ചമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും വിദേശ ബന്ധം നിങ്ങൾക്ക് ചില പുരോഗതിയൊക്കെ ഉണ്ടാക്കിത്തരും. ശനി ക്ഷേത്രത്തിൽ 11-ൽ നിൽക്കുന്ന രാഹു 11-ാം ഭാവത്തിലായതുകൊണ്ട് രാഹുവിൻ്റെ പല ഗുണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് അന്യഭാഷക്കാർ മൂലവും അന്യദേശക്കാർ മൂലവും വലിയ ലാഭം ഉണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ലാഭകരമാക്കാനുള്ള സാധ്യതകൾ മുന്നിൽ തെളിഞ്ഞു വരും. ചില അധിക ചിലവുകളും അതുമൂലം ഉണ്ടാകാം. മീനത്തിലെ ശനി വേട്ടയ്ക്കൊരു മകനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അലസത മാറി പോരാട്ട വീര്യത്തോടെ പോകേണ്ടി വരുമെന്ന് സാരം. 11-ലെ ചൊവ്വാദൃഷ്ടി വാശിയോടെ മുന്നോട്ട് പോകേണ്ടതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. മെയ് 18-ന് രാഹു കേതു രാശിമാറ്റം വന്നപ്പം പ്രധാനപ്പെട്ട ഒരു യോഗം ഇവിടെ ഉണ്ടായി. അതായത് കാളസർപ്പയോഗം. രാഹു കേതുക്കൾക്കിടയിലാണ് മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും 6 ഗ്രഹങ്ങളുടെ രാശിമാറ്റം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ വീഡിയോയിലും ഈ മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥയിലും അതുപോലെ ദേശീയപാതയിലും കടലിൽ വിദേശ കപ്പൽ മുങ്ങിയതും പ്രളയം പോലെ മഴക്കെടുതി ഉണ്ടാകുന്നതും ഒക്കെ തന്നെ ഈ സൂചനയുടെ ചില ഭാഗങ്ങളാണ്. അതുപോലെ പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാളസർപ്പയോഗം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ചിലരൊക്കെ ഈ രാഹുകേതുക്കളെ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയുന്നു. അത് ഛായാഗ്രഹമാണ്, അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ലെന്ന് പറയുന്നു. കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരു യോഗം തന്നെ അനാവശ്യമായി ഉണ്ടാക്കിയതാണെന്ന് പറയും. എന്തായാലും ഈ കാളസർപ്പയോഗം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ
നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ ആ ഭൂമിക്കും ഒക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഫലമല്ല ഈ കാളസർപ്പയോഗം സൂചിപ്പിക്കുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഇത് മാറണമെങ്കിൽ കുറച്ച് മാസം എടുക്കും. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസം ഗുണദോഷ സമ്മിശ്രമായി നിലനിൽക്കുന്ന ഒരു മാസമാണ്. അതായത് ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചില മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ നല്ലതും മോശവും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് അസ്ട്രോളജി. അല്ലാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പുകഴ്ത്തി പറയുന്നതല്ല. ഓരോ ദിവസവും കുറെ കോടീശ്വരന്മാരെ ഉണ്ടാകും എന്ന് പറയുന്നതൊന്നും അസ്ട്രോളജിയെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ടൊരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല. അപ്പം മാറ്റങ്ങൾ നമ്മൾ അറിയാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. അതനുസരിച്ച് തന്നെ നമ്മളും മാറേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.